ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് എന്താണ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണണ്ട അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ 3 തരത്തിലുള്ള ആൾക്കാരായിരിക്കും കാണുക. ഒന്ന് ബിഗിനേഴ്സ്, അതായത് മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നവർ. രണ്ടാമത് ഓൾറെഡി മാർക്കറ്റിൽ 1-2 വർഷമായിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർ, ഫുൾ ടൈം ട്രേഡർ ആകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവർ. ഓക്കെ, ഇനി വരുന്നത് മൂന്നാമത്തെ ആൾക്കാരാണ്. അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ഇല്ലെങ്കിൽ ഓൾറെഡി നല്ലൊരു ജോലിയും നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ മാർക്കറ്റിൽ വന്നിട്ട് ഡേ ട്രേഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുകയോ ചെയ്യുന്നവർ. അതായത് ഈ 3 തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കൂടുതലായിട്ടും ഇപ്പോൾ കാണുന്നുണ്ടാവുക. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ 3 പേർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതായത് ബിഗിനേഴ്സിനും യൂസ്ഫുള്ളാണ്, അതുപോലെ തന്നെ ഫുൾ ടൈം ട്രേഡർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ 5-10 മിനിറ്റ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പകരം ചിലപ്പോൾ നിങ്ങൾക്ക് പല അറിവുകളും കിട്ടിയേക്കാം. ഇനി മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, ഇനിയും ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാതെ ബാക്ക് അടിച്ച് പോകാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആദ്യം മനസ്സിലാക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരു 10 മിനിറ്റ് ക്ഷമയോടെ ഒരു വോയിസ് ഇല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിരിക്കാൻ ക്ഷമയില്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളോട് തന്നെ ആദ്യം ചോദിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഓഹരി പഠനം മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ക്യാഷ് ഉണ്ടാക്കുന്നവരുമുണ്ട്, കളയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിലും ക്യാഷ് ഉണ്ടാക്കുന്നവരും കളയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതാണ് മികച്ചത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി വരുന്ന വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് തരം ട്രേഡറാണ് നിങ്ങളാകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് തരം ട്രേഡിംഗ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫുൾ ടൈം ട്രേഡർ ആകാൻ സാധിക്കൂ എന്നുള്ളത്. പക്ഷേ അത് വളരെ തെറ്റായൊരു ധാരണയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എനിക്കറിയുന്നവരിൽ കൂടുതൽ പേരും ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് ഫുൾ ടൈമായി ജീവിക്കുന്നവരെക്കാൾ കൂടുതലും പൊസിഷണൽ ട്രേഡിങ് ചെയ്യുന്നവരാണ് എൻ്റെ അറിവിലുള്ളത്. അതിൻ്റെ അർത്ഥം ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് ഫുൾ ടൈമായിട്ട് ഇരിക്കുന്നവരില്ല എന്നല്ല, അവരും ഉണ്ട്. പക്ഷേ അവരെക്കാൾ കൂടുതൽ എൻ്റെ അറിവിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നവർ കൂടുതലും പൊസിഷണൽ ട്രേഡ് ഇല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരാണ്. അതുപോലെ സ്ട്രെസ് ആൻഡ് അഡിക്ഷൻ. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പലരും തന്നെ ഇല്ലെങ്കിൽ തുടക്കത്തിൽ ഇപ്പോൾ ചെയ്യുന്നവർ തന്നെ ഒരു ദിവസം, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മാർക്കറ്റ് ഹോളിഡേ വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ട്രേഡിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം എന്താണ്? സ്ട്രെസ് ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി പോലെ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ അതുപോലെ തന്നെ ഫ്രീഡം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും സാധിക്കില്ല. പക്ഷേ പൊസിഷണൽ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് അവരുടെ സ്ട്രാറ്റജി പ്രകാരം ഇല്ലെങ്കിൽ അവരുടെ മെത്തേഡ് പ്രകാരം അവരൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു, അത് നെക്സ്റ്റ് ഡേ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് അവർക്ക് സുഖമായി കിടന്നുറങ്ങാം, ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കും. പൊസിഷണൽ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങി അതിനുള്ളിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ തുക കൊണ്ട് വന്ന് മാർജിൻ എടുത്ത് ട്രേഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മാർജിൻ ട്രേഡിംഗ് ഒഴിവാക്കുക. പൊസിഷണൽ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള പണത്തിന് കണക്കായിട്ടുള്ളത് മേടിക്കുക, നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം മേടിക്കുക. അതിനുള്ളിൽ വേറെ ഇമോഷണൽ വർക്കൗട്ട് ആകേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ മേടിക്കുക, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, കിടന്നുറങ്ങുക, നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുക, നമ്മളുടെ ലെവലിലോട്ട് എത്തിയാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ് പൊസിഷണൽ ട്രേഡിങ്. പക്ഷേ നമ്മൾ മാർജിൻ ഇല്ലാതെ ഹൈലി മാർജിൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ രാത്രി ഉറക്കം ഇല്ലാതെ നാളെ മാർക്കറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇല്ലെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രോക്കർ പൊസിഷൻ കട്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിച്ച് കൂടുതൽ സ്ട്രെസ്ഫുൾ ആകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള പണത്തിന് മാത്രം പൊസിഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് റിവാർഡ്. അതായത് മാർക്കറ്റിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊസിഷണൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അവിടെ ഇമോഷണൽസ് വർക്കൗട്ട് ആകുന്നില്ല. ഒരു ദിവസം മാർക്കറ്റ് നെഗറ്റീവിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്കവിടെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും തന്നെ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് റിസ്ക് റിവാർഡിൻ്റെ കാര്യത്തിലും പൊസിഷണൽ ട്രേഡിങ്ങിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പരിമിതമായ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം. നമ്മൾ പലരും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും തന്നെ ജോലി ചെയ്യുന്നവരായിരിക്കും, പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരായിരിക്കും. ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. വളരെ അപൂർവമായിട്ട് ആരെങ്കിലും പ്രോഫിറ്റബിൾ ആയാലേ ഉള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പമാണ് നിങ്ങൾ ഡേ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സക്സസ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു പൊസിഷണൽ ട്രേഡർ ആണ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കുകളെ പറ്റി അനലൈസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആ ട്രേഡ് എടുത്താൽ മാത്രം മതി. അതിനുശേഷം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ട് പോകാതിരിക്കുക. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കും, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പൊസിഷണൽ ട്രേഡിങ്ങിലോട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വളരെ ടെൻഷനിലില്ലാതെ കൂളായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഡേ ട്രേഡ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് പലതരത്തിലുള്ള സൈറ്റുകൾ അനലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കാണാം സെക്ടോറിയൽ അനാലിസിസ്. നമ്മൾ പല സെക്ടറുകൾ അനലൈസ് ചെയ്യണം, ഏതൊക്കെ സ്റ്റോക്കുകളാണ് മൂവ് ചെയ്യുന്നത്, നിഫ്റ്റിയുടെ ട്രെൻഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, ഇതൊക്കെ യൂസ് ചെയ്ത് അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ തന്നെ സെയിം ടൈം നമ്മളുടെ ഇമോഷൻസും നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡേ ട്രേഡേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വിംഗ് ട്രേഡിങ്ങിലാവുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുടെ ആവശ്യമില്ല. ജസ്റ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം ചാർട്ടുകൾ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങേണ്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഡേ ട്രേഡിംഗ് ആയാലും സ്വിംഗ് ട്രേഡിംഗ് ആയാലും നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നന്നായി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനില്ല, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ അറിയാമെങ്കിൽ മാസത്തിൽ ഒരു ഒറ്റ ട്രേഡ് ചെയ്താൽ മതി പൊസിഷണൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാം. അതുകൊണ്ട് സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈമിലാണോ നിങ്ങൾ ഡേ ട്രേഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് അവേഴ്സിൽ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കാനുള്ള ഒരു അവസരമുണ്ടോ, അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുമോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേ ട്രേഡ് ചെയ്യാനുള്ള നോളജ്, അതായത് നമ്മൾക്ക് പൊസിഷണൽ ട്രേഡിങ്ങിനേക്കാൾ കൂടുതൽ നോളജ് നമുക്ക് ഡേ ട്രേഡിങ്ങിൽ വേണം. അപ്പം അത് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം പരിശോധിക്കുക. അതോ നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് തോന്നുന്നത് പൊസിഷണൽ ട്രേഡിംഗ് ആണോ? ഇതിനെപ്പറ്റി എല്ലാം നന്നായി ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം ഇനി ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ഇനി വരുന്നവരിറങ്ങുക. ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഫുൾ ടൈം ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൊസിഷണൽ ട്രേഡിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് ഇറങ്ങാൻ നമുക്ക് ഇൻട്രാഡേ ട്രേഡർ തന്നെ ആകണം എന്നില്ല. പകരം നല്ലൊരു പൊസിഷണൽ ട്രേഡർക്കും ഫുൾ ടൈം ട്രേഡറായി മാറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്നും കൂടി വിലയിരുത്തി ഇനി സേഫായിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളെ തന്നെ ഇനി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കാനുള്ള സമയവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾ പൊസിഷണൽ ട്രേഡിങ്ങിനെ പറ്റി ചിന്തിക്കുക. ഒരിക്കലും നമുക്ക് പൊസിഷണൽ ട്രേഡിംഗ് നല്ലതാണെന്നോ ഇല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് നല്ലതാണെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ്ങിനേക്കാൾ കുറച്ചും കൂടി സേഫ് നമുക്ക് പൊസിഷണൽ ട്രേഡിംഗ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് കൂടി ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ വരുന്നവർക്ക് ആ കമൻറ്റുകൾ കാണുമ്പോൾ കൂടുതൽ പ്രചോദനമാകും ഈ വീഡിയോ കാണാൻ വേണ്ടി. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പ് സ്റ്റോക്കിൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറും ഉണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.
സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക.